ബോയിൽ ചെയ്ത എഗ്ഗ് ഉള്ളിവടയിൽ സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? വെറും 2 കാര്യം ഇതിനറിഞ്ഞാൽ മതി ഉള്ളിവട ഉണ്ടാക്കാനും കോഴിമുട്ട പുഴുങ്ങാനും. സംഗതി ഒരു 1.5 കിടിലൻ ഐറ്റം തന്നെയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് വെക്കേണ്ട ഒരു ഐറ്റം തന്നെ. ആദ്യം അതിന് ചെയ്യേണ്ട പണി പറഞ്ഞാൽ 5-6 കോഴിമുട്ടയാണ് പുഴുങ്ങാൻ വെക്കുക. ഞാനിവിടെ 5 കോഴിമുട്ടയാണ് പുഴുങ്ങാൻ വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 10 ഉണ്ടാക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ അത്ര എടുക്കുക. പിന്നെ ഒരു ചട്ടിയിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളകും, അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, കറിവേപ്പിലയും ആഡ് ചെയ്യും. ഒക്കെ ചെറുതാക്കിയാണ് കട്ട് ചെയ്തിട്ടാളേ. ഇപ്പം ഉണ്ടാക്കണ നമ്മളെ സാധാ ഉള്ളിവടക്ക് ഉണ്ടാക്കണ മാവാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ഇടുക, അത് കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കണ്ടന്റ് കടലപ്പൊടി, അത് കുറച്ച് ഏറെ ഇട്ട് കൊടുക്കുക. പിന്നെ അരിപ്പൊടി ഇടണോലുണ്ട് കേട്ടോ, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി. അത് വേണേ ഇടാ, ഞാനിവിടെ ഇടുന്നില്ല. ഇനി അതിലേക്കുള്ള മസാല ചേരുവകളൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടി കൂടുതലിട്ട് എരിവ് കൂട്ടരുത്. പിന്നെ അതൊന്ന് നന്നായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു നുള്ള് അപ്പക്കാരം നമ്മുടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം പറഞ്ഞൊന്ന് കുഴച്ചെടുത്ത് ഉള്ളിവടക്കുള്ള ഇനി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ അതൊരു റെഡ് കളറായി മാറാൻ തുടങ്ങും. അതിനുശേഷം വെക്കരുത്, കരിഞ്ഞു പോവും. അതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പെടാർ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി മുട്ട ബജി. പേരെങ്ങനെ വന്നല്ലേ? ഉള്ളിവട പ്ലസ് മുട്ട ബജി = ഉള്ളി മുട്ട ബജി. ജസ്റ്റ് വെറുതെ ആണ്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നല്ല പതപ്പിച്ചടിച്ചെടുത്ത ചായയും ഈ കടി അങ്ങോട്ട് അടിച്ചാൽ സ്വർഗ്ഗലോകത്തിന്റെ അങ്ങേറ്റം എന്നൊക്കെ കാണുമെന്ന് പറയില്ലേ? അത്രക്കൊന്നും ഇല്ലെങ്കിലും ഒരു നല്ലൊരു എണ്ണക്കടി കഴിക്കണ ഫീൽ കിട്ടും. ഉറപ്പാ. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ആയതല്ലേ? വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ വീഡിയോസൊക്കെ 1 മിനിറ്റിന് താഴെയൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ഫുഡ് കോർണർ.